നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കരുമാടിക്കുട്ടൻ്റെ ചില വിശേഷങ്ങൾ മൊസൈക്ക് ഇന്ത്യയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അമ്പലപ്പുഴ കച്ചേരിപ്പടിയിൽ നിന്ന് 4 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് കരുമാടി. ഈ സ്ഥലത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പണ്ട് ഈ പ്രദേശം ഒരു വനമായിരുന്നെന്നും അത് കത്തി നശിച്ച് ഇവിടമാകെ കരി നിറഞ്ഞെന്നും അങ്ങനെ കരിമാടി എന്ന പേര് വന്നുവെന്നും കരിമാടി പിന്നീട് കരുമാടിയായി അറിയപ്പെട്ടുവെന്നുമാണ് പരക്കെ പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം. അമ്പലപ്പുഴ തകഴി റോഡിൽ കരുമാടി ജംഗ്ഷനും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ റോഡിന് വലതുവശത്തായി അങ്ങകലെ നെൽപ്പാടത്തിന് നടുവിലെന്ന പോലെ ഒരു ചെറിയ വെള്ള ഗോപുരം ശ്രദ്ധയിൽപ്പെടുന്നു. പ്രധാന പാതയിൽ നിന്ന് 2 പുരാതന ക്ഷേത്രങ്ങൾക്കിടയിലൂടെയുള്ള ഒരു ടാർ റോഡ്. ഈ റോഡിലൂടെ ഏതാണ്ട് 500 മീറ്റർ പിന്നിട്ടാൽ കരുമാടിക്കുട്ടൻ്റെ വെൺകുടീരമായി. കരുമാടി തോട്ടിലെ ബോട്ട് ജെട്ടിക്ക് സമീപത്തായി 10 സെന്റ് സ്ഥലത്ത് ഒരു കമഴ്ത്തി വെച്ച മണിയുടെ ആകൃതിയിൽ സ്തൂപ രൂപത്തിൽ കോൺക്രീറ്റിൽ പണിതീർത്ത ശ്രീകോവിലിനുള്ളിലാണ് 3 അടി പൊക്കമുള്ള കരുമാടിക്കുട്ടൻ്റെ ശിലാവിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത്. ബുദ്ധവിഗ്രഹമായതിനാൽ ഇതിനെ ഒരു പഗോഡയെന്നും നമുക്ക് വിളിക്കാം. 7-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ഈ കറുത്ത ശിലാവിഗ്രഹം ഏതാണ്ട് 94 വർഷം മുൻപ് കരുമാടി തോട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതാണ്. 1930-ൽ ആധുനിക കൊച്ചിയുടെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന സർ H. ബാസ്റ്റോ ആണ് തോട്ടിൽ നിന്ന് വീണ്ടെടുത്ത ബുദ്ധവിഗ്രഹം തോടരികിൽ തന്നെ സ്ഥാപിച്ചത്. സാധാരണ ബുദ്ധവിഗ്രഹങ്ങൾ പോലെ പത്മാസനത്തിൽ നിവർന്നിരുന്ന് ഇടത് കൈത്തലത്തിന് മേൽ വലത് കൈത്തലം മലർത്തി വച്ചിരിക്കുന്ന നിലയിലാണ് കരുമാടിക്കുട്ടൻ്റെ ശിലാവിഗ്രഹം. വിഗ്രഹത്തിൻ്റെ ഇടതുഭാഗം ഇടത് കൈ ഉൾപ്പെടെ അടർന്നുപോയ നിലയിലാണ്. പ്രതിമയുടെ പകുതി ഭാഗം അടർന്ന നിലയിലായതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ആനയെ ഉപയോഗിച്ച് വിഗ്രഹം തോട്ടിൽ നിന്നെടുത്തപ്പോൾ പകുതി ഭാഗം അടർന്നെന്നും ഒരാനയുടെ ആക്രമണത്തിൽ തകർന്നെന്നും ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് സംഭവിച്ചതെന്നും അതല്ല പിന്നീട് എപ്പോഴോ തകർക്കപ്പെട്ടതാണെന്നുമൊക്കെയാണ് ചില വ്യാഖ്യാനങ്ങൾ. കരുമാടിയിൽ കണ്ടെത്തിയതുകൊണ്ട് ഇത് കരുമാടിക്കുട്ടനായി. കരുമാടി തോട്ടിലൂടെ ജലമാർഗം സഞ്ചരിക്കുന്നവർ കരുമാടിക്കുട്ടന് കാണിക്കയർപ്പിക്കുക പതിവാണ്. മറ്റു ചിലർ കരുമാടിക്കുട്ടൻ്റെ സോപാനപ്പടിയിൽ പ്രാർത്ഥനാപൂർവം നാളികേരം ഉടയ്ക്കാറുമുണ്ട്. കരുമാടിക്കുട്ടന് മുന്നിൽ എണ്ണവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ പല അസുഖങ്ങൾക്കും ശമനമുണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ ഒരു വിശ്വാസം. ബുദ്ധപൂർണിമയോടനുബന്ധിച്ച് എല്ലാ വർഷവും തിബത്തിൽ നിന്നും മറ്റും തീർത്ഥാടകർ കരുമാടിക്കുട്ടൻ്റെ അനുഗ്രഹം തേടിയെത്താറുണ്ടെന്നും ഗ്രാമീണർ പറയുന്നു. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിന് ശേഷം കരുമാടിക്കുട്ടനെയും വണങ്ങിപ്പോകുന്നൊരു പതിവുമുണ്ട്. 1965-ൽ ടിബറ്റൻ ബുദ്ധമത ആചാര്യനായ ദലൈലാമ ഈ സങ്കേതം സന്ദർശിച്ച് ആരാധന നടത്തുകയുണ്ടായി. ദലൈലാമയുടെ സന്ദർശനം കരുമാടിക്കുട്ടൻ്റെ സംരക്ഷണത്തിനും പ്രാധാന്യത്തിനും പുതിയൊരു വഴിത്തിരിവ് തന്നെ നൽകി. 1965-ൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഇതൊരു സംരക്ഷിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. പ്രധാന പാതയിൽ നിന്നും കരുമാടിക്കുട്ടൻ്റെ പഗോഡയിലേക്ക് നല്ലൊരു ടാർ റോഡും നിർമ്മിച്ചു. ബുദ്ധവിഗ്രഹത്തിൻ്റെ അടർന്നുപോയ ഭാഗം പിന്നീട് കണ്ടെത്തുകയുണ്ടായി. അടർന്ന ഭാഗം വിഗ്രഹത്തോട് കൂട്ടിച്ചേർക്കുന്നതിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ അതിപ്പോൾ കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തോട്ടിൻകരയിൽ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള 10 സെന്റ് സ്ഥലത്ത് സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് ബുദ്ധവിഗ്രഹം ഉള്ളിൽ വരത്തക്കവണ്ണം ഒരു ചെറിയ ശ്രീകോവിൽ അല്ലെങ്കിൽ പഗോഡ നിർമ്മിച്ചത്. എവിടെ നിന്ന് നോക്കിയാലും വിഗ്രഹം കാണത്തക്ക വിധം ഈ പഗോഡയുടെ 4 വശത്തും ചില്ല് ഗ്ലാസിട്ട വാതിലുകളും സ്ഥാപിച്ചു. കാവൽക്കാർക്കായി ഒരു സെക്യൂരിറ്റി റൂമും സന്ദർശകർക്കായി ഒരു തുറന്ന വിശ്രമ സ്ഥലവും പഗോഡയ്ക്ക് ചുറ്റും കരിങ്കൽ പാകിയ നടപ്പാതയും ഒരുക്കി. പഗോഡയുടെ 4 വശത്തും 3 സ്റ്റെപ്പുകൾ വീതമുള്ള സോപാനപ്പടിയും നിർമ്മിച്ചിട്ടുണ്ട്. കരുമാടിക്കുട്ടന് ദിവസേന സന്ധ്യാദീപം കൊളുത്തുന്ന പതിവും തുടർന്നു വരുന്നു. പഗോഡയ്ക്ക് ചുറ്റും ഒരു നല്ല പൂന്തോട്ടമൊരുക്കുവാൻ പ്രൊവിഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ വേണ്ട രീതിയിൽ നടപ്പാക്കുവാനും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനുമൊക്കെ ആവശ്യമായ നടപടികൾ കൃത്യമായി എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം ഇവിടെ എത്തുന്ന നല്ലൊരു പങ്ക് സന്ദർശകർക്കും തോന്നിപ്പോകും. പഗോഡയുടെ മുൻവശത്തെ ഗ്ലാസ് പൊട്ടിമാറപ്പെട്ട നിലയിലാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞങ്ങൾ കണ്ടത്. ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കുന്ന ആരാധനാലയത്തിൻ്റെ ഉൾഭാഗം വൃത്തിഹീനമായ നിലയിലായിരുന്നു. ഗേറ്റുകൾ തുറന്നു കിടന്നിരുന്നു.
സെക്യൂരിറ്റി സ്റ്റാഫിനെ ആരെയും തന്നെ അവിടെ കാണാനുമായില്ലെന്ന് മാത്രമല്ല, സെക്യൂരിറ്റി റൂം താഴിട്ട് പൂട്ടിയ നിലയിലുമായിരുന്നു. ഈ പഗോഡ തന്നെ സുരക്ഷിതമാണോ എന്ന് തോന്നിപ്പോകും വിധം അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു കാണപ്പെട്ടത്. സർക്കാർ സംവിധാനത്തിന്റെ പാകപ്പിഴകൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് പറയാതെ വയ്യ. പഴമയിലും പുരാവസ്തുക്കളിലും ചരിത്രത്തിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്നൊരിടമാണിത്. കേരളത്തിന്റെ പ്രാചീന ബുദ്ധമത സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്ന കരുമാടിക്കുട്ടന്റെ ഈ ശിലാവിഗ്രഹവും സങ്കേതവും തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ സംരക്ഷിക്കുവാനും കാത്തുസൂക്ഷിക്കുവാനും ഉത്തരവാദപ്പെട്ടവർ ഇനിയെങ്കിലും ശ്രദ്ധ കാണിക്കാൻ മടിക്കല്ലേ എന്ന അഭ്യർത്ഥനയോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ കരുമാടിക്കുട്ടന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ signing off from Mosaic India. Thank you. Mosaic India, a mirror to memorable musings.